കർത്താവിൻ്റെ ധന്യവും പരിശുദ്ധവുമായ നാമം ഈ അനുഗ്രഹീതമായ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചനവുമായി നിങ്ങളുടെ നടുവിൽ നിൽക്കുവാൻ ലഭ്യമായ അവസരം വളരെ വിലയേറിയതായി ഞാൻ കരുതുന്നു. വളരെ പ്രാർത്ഥനയോടെ, ഒത്തിരി പ്രതീക്ഷയോടെ ഇന്ന് രാത്രിയിൽ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇത് കർത്താവ് നമ്മോട് ഇടപെടുന്ന സമയങ്ങളാണ്. ആമേൻ. വളരെ അനുഗ്രഹീതമായ ദൈവവചന ഭാഗങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഒരു തീം എടുത്തിട്ട് കൃത്യമായി ആ തീമിനെ ഡിവൈഡ് ചെയ്ത് ഓരോരുത്തരുടെയും കയ്യിൽ ഓരോ ടോപ്പിക്ക് വാക്യങ്ങൾ എല്ലാം കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് റിപ്പീറ്റേഷൻ കൂടാതെ കൃത്യമായി ഈ വചനത്തെ ദൈവജനത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുന്നു എന്നുള്ളത് ഇതിലെ ഏറ്റവും ശ്രേഷ്ഠമേറിയ കാര്യമാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ചിന്ത, എനിക്ക് നൽകിയിരിക്കുന്ന ടോപ്പിക് കളങ്കമില്ലാത്ത സഭ, സ്പോട്ട്ലെസ് ചർച്ച് എന്ന് പറയുന്നതാണ്. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 26-27 വാക്യങ്ങളാണ്. സദസ്സ് ഒരുമിച്ച് ആ വാക്യം വായിക്കാൻ പോവുകയാണ്. അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഇനി ഒരുമിച്ചൊന്ന് വായിച്ചേ, എല്ലാവരും കൂടെ ചേർന്നൊന്ന് വായിച്ചേ. ബൈബിൾ തുറന്നു വെച്ചിരിക്കുകയാണെങ്കിൽ എല്ലാവരും കൂടെ ചേർന്നൊന്ന് വായിച്ചേ. അവൻ അവളെ, വായിച്ചോ, വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. വാസ്തവത്തിൽ എടുക്കപ്പെടാനിരിക്കുന്ന സഭ എന്ന് പറഞ്ഞാൽ റാപ്ചറിന് വേണ്ടി കാത്തിരിക്കുന്ന സഭ. റാപ്ചർ എന്ന് പറയുമ്പോൾ ഹർപ്പാഡ്സോ എന്ന പദമാണ് അതിന് ഉപയോഗിച്ചിട്ടുള്ളത്. ഹർപ്പാഡ്സോ, അത് മലയാളത്തിലേക്ക് വരുമ്പോൾ അതൊരു സംസ്കൃത പദമാണ്. മലയാളത്തിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അതാണ് ഉൽപ്രാവണം. എടുത്തുകൊണ്ടു പോകുക, തട്ടിപ്പറിക്കുക, ദൂരെയുള്ള ഒരിടത്തേക്ക് കൊണ്ടുപോകുക, ഈ ആശയമാണ് അതിനുള്ളത്. അപ്പൊ എടുത്തുകൊണ്ടു പോകാൻ, ദൂരെ ഒരിടത്തേക്ക് കൊണ്ടുപോകാനിരിക്കുന്ന, ഒന്നും കൂടെ പറഞ്ഞാൽ ഉൽപ്രാവണം പ്രാപിപ്പാനിരിക്കുന്ന സഭ, ആ സഭയുടെ യോഗ്യത അതെവിടെ പറയുന്നത്? കളങ്കമില്ലാത്ത സഭ, സ്പോട്ട്ലെസ് ചർച്ച്. അതിൽ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കുന്നു എന്നുള്ളതാണ്. വാസ്തവത്തിൽ അവൻ അവളെ എന്ന ഒറ്റ വാക്കിനകത്ത് എല്ലാ ശുദ്ധീകരണ പ്രക്രിയയുടെയും കേന്ദ്രം കർത്താവായ യേശു ക്രിസ്തുവാണ് എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നുണ്ട്. വീണ്ടെടുപ്പിന്റെ സജീവ ഉദ്ദേശം തന്നെ സഭയെ ഇങ്ങനെ ശുദ്ധീകരിച്ച് നിർത്തുക എന്നുള്ളതാണ്. ഇതൊരു ധാർമ്മിക പുരോഗതിയല്ല, സ്വയമേ വരുത്തുന്ന എന്തെങ്കിലും ഒരു മാറ്റമല്ല. ഇത് കർത്താവ് തന്നെ വരുത്തുന്നത്. അവിടെ ആ ശുദ്ധീകരണം എന്ന് പറയുന്ന പദം ഒന്ന് ചർച്ച ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. എന്താണ് ശുദ്ധീകരണം? ഞാൻ ആ ശുദ്ധീകരണം എന്ന് പറയുന്ന ആ വാക്കിനെ ഒന്ന് നന്നായി പഠിച്ചപ്പോൾ ഹാഗിയാസോ എന്ന് പറയുന്ന പദമാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഏതാണ്ട് 28 പരം പ്രാവശ്യം ഈ ഹാഗിയാസോ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. ശുദ്ധീകരിക്കുക, അശുദ്ധമായ കാര്യങ്ങളിൽ നിന്നും വേർപെട്ട് ദൈവത്തിനായിട്ട് സമർപ്പിക്കുക, പ്രായശ്ചിത്തത്തിന്റെ ആ പ്രായശ്ചിത്തത്താൽ പാപത്തിന്റെ കുറ്റബോധത്തിൽ നിന്നും മുക്തമാക്കുക, ബാഹ്യവും ആന്തരികവുമായി ഈ കഴുകുക. ഇതൊക്കെയാണ് ഹാഗിയാസോ എന്ന് പറയുന്ന ആ വാക്കിന് അർത്ഥമായിട്ടുള്ളത്. അതിലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. 3 പ്രധാനപ്പെട്ട സാങ്ക്ടിഫിക്കേഷൻ, ശുദ്ധീകരണങ്ങളാണ് ദൈവശാസ്ത്രം, ബൈബിൾ മുൻപോട്ട് വെക്കുന്നത്. അതിൽ ഒന്നാമത്തെ ശുദ്ധീകരണം എന്ന് പറയുന്നത് സ്ഥാനപരമായ ശുദ്ധീകരണമാണ്. സ്ഥാനപരമായ ശുദ്ധീകരണം എന്ന് പറയുമ്പോൾ പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ എന്നതിനെ വിളിക്കുക. ഈ പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. റോമാലേഖനം 6-ാം അധ്യായം 22-ാമത്തെ വാക്യം, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ബലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനുമാകുന്നു. അപ്പൊ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച, രക്ഷിക്കപ്പെട്ട, നീതീകരണം അനുഭവിച്ച അങ്ങനെ ഒരു വ്യക്തി പൊസിഷണലി സാങ്ക്ടിഫിക്കേഷനിലേക്ക് വരികയാണ്. അതുകൊണ്ടാണ് സഭയെ പൊതുവെ വിശുദ്ധന്മാർ എന്ന് വിളിക്കുന്നത്. ഞാൻ ആ പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷനെ തെളിയിക്കാൻ
വേണ്ടി ധാരാളം വാക്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരാം. റോമലേഖനം 1:3 റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരും. 1 കൊരിന്ത്യർ 1:2 ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ എന്ന് പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 1:1 എഫെസ്യർ 1:1 ഫിലിപ്പിയർ 1:1 കൊലോസ്യർ 1:1 സഭയെ പൊതുവിൽ വിശുദ്ധന്മാർ എന്നാണ് വിളിച്ചിട്ടുള്ളത്. അപ്പൊ വീണ്ടും ജനിച്ചവൻ, രക്ഷിക്കപ്പെട്ടവൻ, അവൻ സാങ്ക്ടിഫിക്കേഷനിൽ അതിന്റെ 1ാം ഘട്ടത്തിൽ എത്തപ്പെട്ടിരിക്കുകയാണ്. അതാണ് പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, രക്ഷിക്കപ്പെട്ട ആരെല്ലാം ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ടോ, നമ്മളെല്ലാം ഇങ്ങനെ ഒരു പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷനിൽ വന്നവരാണ്. എന്നാൽ ഈ എടുക്കപ്പെടാൻ ഇത് പോരാ. പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ കൊണ്ട് ഒരാൾക്ക് എടുക്കപ്പെടാനായിട്ട് കഴിയും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ആ നീതീകരണം സംഭവിക്കുന്ന മാത്രയിൽ തന്നെ നമ്മൾ പുറമോട്ട് വീണ് മരിച്ചാൽ മതി. പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ കൊണ്ട് നിത്യതയിലേക്ക് എടുക്കപ്പെടാനായിട്ട് കഴിയും. എന്നാൽ ജീവിക്കുവാൻ അവസരം കിട്ടുകയും ലോകവുമായി പാപവുമായി നമ്മൾ യുദ്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുമ്പോൾ സാങ്ക്ടിഫിക്കേഷന്റെ 2ാം ലെവലിലേക്ക് നമ്മൾ എത്തപ്പെടണം. അതാണ് പുരോഗമനപരമായ വിശുദ്ധീകരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ. വാസ്തവത്തിൽ ഇവിടെയാണ് നമ്മൾ കുഴയുന്നത്. പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ എത്തപ്പെട്ടു, പക്ഷേ ഈ പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷനിലേക്ക് വരുമ്പോൾ, പാപത്തോടുള്ള മനോഭാവത്തിലേക്ക് വരുമ്പോൾ പലരും പരാജയപ്പെട്ടു പോവുകയാണ്. ഇതിനെ നമുക്ക് ഭാവശുദ്ധി എന്ന് വിളിക്കാനായിട്ട് കഴിയും. ഇതാണ് ഈ പുതിയ മനുഷ്യൻ എന്ന് പറയുന്നത്. അതായത് പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷനാണ്. ഈ പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ നമുക്ക് ഇല്ലാതെ വരുമ്പോഴാണ് നിത്യതയിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യത കുറയുന്നത്. കർത്താവിന്റെ ദാസൻ മുമ്പേ അത് പറഞ്ഞു. എൻ്റെ ആ ടോപ്പിക്കിനകത്ത് ഉള്ളതായതുകൊണ്ട് ഞാൻ ആ ഭാഗം ഒന്ന് പറയുകയാണ്. അവരെല്ലാവരും മേഘത്തിൽ സമുദ്രത്തിൽ സ്നാനമേറ്റു, മോശയോട് ചേർന്നു, ഒരേ ആത്മീയാകാരം നിന്നു, ഒരേ ആത്മീയപാനീയം കുടിച്ചു. തുടക്കം ഗംഭീരമായിരുന്നു. പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ ഒക്കെയാണ്. പക്ഷേ അടുത്ത പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷനിലേക്ക് വന്നപ്പോൾ അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. 6 ലക്ഷം പുരുഷന്മാര് ഇക്കരെ കയറിയതിൽ 2 പേരെ കൊണ്ട് കനാനിൽ കയറാൻ എൻ്റെ ദൈവത്തിന് മടിയില്ലായിരുന്നെങ്കിൽ അതൊരു വല്ലാത്ത മുന്നറിയിപ്പാണെന്ന് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന് തിരിച്ചറിയണം. അവിടെയാണ് പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു വിഷയം വരുന്നത്. അതെവിടെ പറയുന്നത്? വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ. എല്ലാവരും ഒന്ന് പറഞ്ഞു, ഉച്ചത്തിൽ എന്ന് പറ. വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ. ഈ വചനത്തോടു കൂടിയ ജലസ്നാനം എന്ന് പറയുമ്പോൾ ഇത് സ്നാനം എന്ന കർമ്മമല്ല. നമ്മൾ മിക്കവാറും വചനത്തോടു കൂടിയ ജലസ്നാനം എന്ന് പറയുമ്പോൾ ബാപ്റ്റിസം എന്ന് പറയുന്നത് ഒരിക്കലും അല്ല. സ്നാനം എന്ന കർമ്മമല്ല, അത് ആചാരപരമായ കഴുകലുമല്ല. ഞാൻ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ ആ വചനത്തോടു കൂടിയ ജലസ്നാനം, ആ ജലസ്നാനം എന്ന് പറയുന്നിടത്ത് ലൂട്രോൺ എന്ന് പറയുന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ലൂട്രോൺ എന്ന് പറഞ്ഞാൽ കഴുകുക എന്നാണ്. സ്നാനം എന്ന് സാധാരണ പറയുന്നത് ബാപ്റ്റിസ്മ അല്ലെങ്കിൽ ബാപ്റ്റിസോ തുടങ്ങിയ പദങ്ങളാണ്. പക്ഷെ ഇവിടെ പറയുന്നത് ലൂട്രോൺ ആണ്, കഴുകൽ. അവിടെ അപ്പോ വചനത്തോടു കൂടിയ ജലസ്നാനം എന്ന് പറഞ്ഞാൽ ദൈവവചനത്താൽ നടക്കുന്ന ആത്മീക ശുദ്ധീകരണമാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ നമ്മളിൽ സംഭവിക്കണമെങ്കിൽ നമ്മൾ നിരന്തരമായി വചനത്താൽ കഴുകപ്പെട്ടുകൊണ്ടേയിരിക്കണം. ഒരാമേ പറഞ്ഞാട്ടെ. മലയാളത്തിൽ മാത്രമേ അതിന് സ്നാനം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കി മുഴുവൻ ഭാഷാന്തരങ്ങൾ, ഞാൻ ഒരുപാട് ട്രാൻസ്ലേഷനുകൾ ഉപയോഗിക്കുന്ന ആളാണ്. ഈ ട്രാൻസ്ലേഷനുകളെല്ലാം വാഷിംഗ് എന്ന് പറയുന്ന പദമാണ് ഉപയോഗിക്കുന്നത്. ദ പാഷൻ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഒരു പരിഭാഷയിൽ മാത്രമാണ് അല്പം വ്യത്യാസമുള്ളത്. അവിടെ എഴുതിയിരിക്കുന്നത് ക്ലൻസിങ് ആസ് ത്രൂ ദ ഷവറിംഗ് ഓഫ് ദി പ്യുവർ വാട്ടർ ഓഫ് ദി വേർഡ് ഓഫ് ഗാഡ് എന്നാണ് പറയുന്നത്. അവിടെ ആ ഷവറിംഗ് എന്ന് പറയുന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാം കഴുകൽ എന്ന ആശയത്തില്ല. അപ്പൊ ശരിക്കും വചനത്താൽ നമ്മൾ കഴുകപ്പെടുക, അതാ പറയുന്നത്. വചനത്തോടു കൂടിയ ജലസ്നാനം. അതെന്താ ഈ വചനത്തോടു കൂടിയ ജലസ്നാനം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്? ഈ വെള്ളത്തിന്റെ പ്രതിച്ഛായ എന്താ പ്രിയരെ? കഴുകുക എന്നുള്ളതാണ്. കഴുകുക. നമ്മുടെ കയ്യിൽ ഒരു അഴുക്ക് പറ്റിയാൽ പെട്ടെന്ന് നമുക്ക് എന്താ തോന്നുന്നത്? കഴുകുക. ഇതാ വചനത്തോടു കൂടിയ ജലസ്നാനം എന്ന് പറയുന്നത്. അതായത് പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ കൊതിക്കുന്ന, ഒന്നുകൂടെ പറഞ്ഞാൽ കർത്താവിന്റെ വരവിനായി ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സഭ എവിടെയൊക്കെ പ്രോബ്ലത്തിലേക്ക് പോകുന്നുണ്ടോ ഉടനെ കഴുകണം. അവിടെ വെടിപ്പാക്കി വിശുദ്ധീകരിക്കണമെന്നാണ് പറയുന്നത്. വെടിപ്പാക്കി വിശുദ്ധീകരിക്കണം. ഞാൻ ആ വെടിപ്പാക്കി എന്ന് പറയുന്ന ആ പദം ശ്രദ്ധിച്ചപ്പോൾ കാതറിസോ എന്ന് പറയുന്ന പദമാണ്. വൃത്തിയാക്കുക, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തി ശുദ്ധീകരിക്കുന്നത് പോലെ ശുദ്ധീകരിക്കുക എന്നൊക്കെയാണ്. നിങ്ങൾ ആലോചിക്കുക, അത് എന്നാ ഡീപ്പർ മീനിങ് ആണ്. ഒരു കുഷ്ഠരോഗിയെ ആ കുഷ്ഠരോഗത്തിൽ നിന്ന് വെടിപ്പാക്കി ശുദ്ധീകരിക്കുന്നത് പോലെ ശുദ്ധീകരിക്കുക. ഒരു കോംപ്രമൈസും ഇല്ലാത്ത ഒരു കാര്യമായി പറയുന്നത്. ഓ രാമൻ പറഞ്ഞു. അവിടെ ഒരു ചോദ്യം, പാസ്റ്റർ, വചനം എങ്ങനെ വെളിപ്പെടുത്തുന്നത്? ഈ വചനം എങ്ങനെ കഴുകുന്നത്? ഞാൻ അതിനെക്കുറിച്ച് 4 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. വചനം എങ്ങനെ കഴുകുന്നത്? ഒന്ന്, വചനം വെള്ളം ഉപയോഗിച്ച് കഴുകുന്നത് പോലെ കഴുകുകയല്ല. വചനം കഴുകുന്നു എന്ന് പറയുമ്പോൾ ഒന്ന്, പാപത്തെ വെളിപ്പെടുത്തും. വചനം കഴുകുന്ന ഒന്നാമത്തെ രീതിയാണ് പാപം വെളിപ്പെടുത്തും. 2, വചനം മനസ്സിനെ പുതുക്കും. ഇതും കഴുകല. 3, വചനം ജീവിതത്തെ മാറ്റിമറിക്കും. 4, വചനം രൂപാന്തരപ്പെടുത്തും.
ഇത്രയും കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ വചനം ഒരു വ്യക്തിയെ കഴുകുകയാണ്. അതാ യോഹന്നാൻ 17:17 യേശു പറഞ്ഞത്, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. അപ്പൊ ഈ വചനത്താൽ പാപം വെളിപ്പെടുകയോ, ഈ വചനത്താൽ മനസ്സ് പുതുക്കപ്പെടുകയോ, ഈ വചനത്താൽ ജീവിതം മാറ്റപ്പെടുകയോ, ഈ വചനത്താൽ ജീവിതത്തിന്റെ രൂപാന്തരം സംഭവിക്കുകയോ ചെയ്താൽ ഓർത്തോണം, വിശുദ്ധീകരണം സംഭവിക്കുക, കഴുകൽ നടക്കും. ഒരാമേ പറഞ്ഞു. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ വളരെ വിനയപൂർവ്വം പറയട്ടെ, വചനത്തിന് കീഴടങ്ങുന്ന സഭ എവിടെയുണ്ടോ ആ സഭ കഴുകപ്പെടുന്ന സഭയാണ്. ഇന്ന് രാത്രി ആത്മാവിൽ പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിച്ചോണം. എന്റെ ദൈവമേ, വചനത്തിന് കീഴടങ്ങാനുള്ള കരുത്ത് എനിക്ക് തരണം. എത്ര പേർക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ കരമൊന്ന് ഉയർത്തി പിടിച്ചോ. 30 സെക്കൻഡ് പ്രാർത്ഥിച്ചോ. വചനത്തിന് എവിടെയും കീഴടങ്ങാനുള്ള ഒരാത്മശക്തി എനിക്ക് തരണം. അമ്മേ, അവിടെ ഈ വചനത്തിന് കീഴടങ്ങുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. വചനം പഠിപ്പിക്കുക മാത്രമല്ല, വചനം തിരുത്തും, വചനം ശാസിക്കും, വചനം പരിശീലിപ്പിക്കും. അതാണ് 2 തീമോഥെയോസ് ലേഖനം 3:16 വായിക്കുന്നത്. എല്ലാ തിരുവഴുത്തും ദൈവവിശ്വാസീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തികൾക്കും വകപ്രാപിച്ച തികഞ്ഞവനാകേണ്ടതിന്. അപ്പൊ ശുദ്ധീകരിക്കപ്പെടുന്ന സഭ ഈ ശാസനയിലൂടെ, ഈ ശിക്ഷണത്തിലൂടെ, ഈ തിരുത്തലുകളിലൂടെ സഞ്ചരിക്കണം. വാസ്തവത്തിൽ ആർക്കാ തിരുത്തൽ വേണ്ടുന്നത്? ഒരൊറ്റ മനുഷ്യന് തിരുത്തൽ വേണ്ട. ആർക്കും തിരുത്തൽ ഇഷ്ടമല്ല. എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഒരാമയും പറഞ്ഞു. നമ്മൾ തിരുത്തൽ ഇല്ലാത്ത സഭയെ അന്വേഷിച്ച് നടക്കുക. ഞാൻ നിങ്ങളോട് പറയാം, പോകരുത്. വെന്റിലേറ്ററിൽ നിന്ന് എടുത്ത് ചാടുന്നത് പോലെയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ അതാ പറയുന്നത്, എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. കർത്താവിന് നമ്മളോട് പ്രിയമുള്ളത് കൊണ്ടാ കർത്താവ് ശാസിക്കുന്നത്. അത് പറയുന്നത് ലബോദിക്ക സഭയോട്. ലബോദിക്ക സഭയെ വിളിക്കുന്ന പേര്, നീ ഉഷ്ണവാനുമല്ല, നീ ശീതവാനുമല്ല. നീ ഉഷ്ണവാനോ ശീതവാനോ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നീ ഉഷ്ണവാനുമല്ല, ശീതവാനുമല്ല, ശീതോഷ്ണവാനാകിയാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന്, അതൊരു വല്ലാത്ത അവസ്ഥ. ഈ ഉഷ്ണവാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആ പദം പഠിച്ചു, സസ്റ്റോസ്. അതിന് 7 അർത്ഥങ്ങളുണ്ട്. തീഷ്ണത, അത്യുത്സാഹമുള്ള, ആത്മാർത്ഥതയുള്ള, ആത്മാവിൽ എരിയുന്ന, ആത്മാർത്ഥത പുലർത്തുന്ന എന്നൊക്കെയാണ്. അപ്പൊ നീ ഇപ്പൊ ഉഷ്ണവാനല്ല, ആത്മാർത്ഥതയുള്ള, തീഷ്ണതയുള്ള ഒരാളല്ല സഭയെ നോക്കിയിട്ട് കർത്താവ് പറയുക. 2, നീ ശീതവാനുമല്ല. ഈ ശീതവാൻ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം സ്യൂക്രോസ് ആണ്. സ്യൂക്രോസ് എന്ന് പറഞ്ഞാൽ തണുത്ത, നിരുത്സാഹിയായ, നിർവികാരിയായ, സന്തോഷമില്ലാത്ത. ശരിക്കും അതിനെ പിന്മാറ്റം എന്ന് വിളിക്കാം. ഒന്നുകിൽ സഭ ആത്മീകരാകണം, അല്ലെങ്കിൽ അങ്ങ് പിന്മാറ്റത്തിൽ പോകണം. കർത്താവ് സഭയിലേക്ക് നോക്കുമ്പോൾ സഭ ആത്മീയതയിലുമില്ല, സഭ പിന്മാറ്റത്തിലുമല്ല. പിന്നെ ഇത് രണ്ടും കൂടെ സങ്കലിച്ചുള്ള ഒരവസ്ഥ, അതാ ശീതോഷ്ണാവസ്ഥ. ശീതോഷ്ണാവസ്ഥ എന്ന് പറഞ്ഞാൽ ക്ലിയാറോസ്, ഉദാസീനത, ഉത്സാഹമില്ലായ്മ, ആവേശമില്ലായ്മ. അത് നമ്മുടെ ഇടയിൽ ധാരാളം കാണാം. ഓവർസിയർ കൺവെൻഷൻ വെച്ചോ, ഞങ്ങൾ വരാം, പക്ഷെ എല്ലാ ദിവസവും ഒന്നും വരത്തില്ല. തല കാണിക്കാൻ അവിടെ വരെ ഒന്ന് വരും. അതെ, ഉദാസീനത എന്ന് പറയുന്നത്. പിന്നെ അവിടെ വന്നും ഞങ്ങളൊന്നും അങ്ങ് കറങ്ങി അങ്ങ് പോത്തേ ഉള്ളൂ. അതെ, നമ്മൾ ഈ ഞായറാഴ്ച ഇവിടെ വന്നാൽ മതി. ഈ ലോഡ് സപ്പർ കഴിയുമ്പോൾ തൊട്ട് അങ്ങോട്ടൊരു ഒഴുക്കുണ്ട്. വന്നത് ആരാധനയ്ക്കാണെങ്കിൽ എവിടെയെങ്കിലും നിന്ന് അപ്പത്തിലേക്കൊന്ന് കൈ നീട്ടിയിട്ട് തിരിച്ചങ്ങ് ഒഴുകുക. പിന്നെ ഇങ്ങോട്ടൊരു ഒഴുക്ക്, ഒരു തരം ഉദാസീനത. ഇതായി ശീതോഷ്ണാവസ്ഥ. കർത്താവ് പറഞ്ഞു, നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന്, ശരിക്കും പറഞ്ഞാൽ വോമിറ്റ് ചെയ്ത് കളയുന്ന, നിന്നെ ഞാൻ ഛർദ്ദിച്ച് കളയും. അപ്പൊ ഇതിനെ ഛർദ്ദിക്കാനിരിക്കുക കർത്താവ്. പക്ഷെ ആ ഛർദ്ദിക്കാനിരിക്കുന്ന സഭയെ നോക്കി പറയുക, ഞാൻ നിന്നെ ഛർദ്ദിക്കാൻ വെച്ചേക്കാണല്ലോ, എനിക്ക് ഇപ്പോഴും നിന്നോട് പ്രിയമുണ്ട്. ഞാൻ ആ വചനം പറയുമ്പോൾ ഒരുത്തനെ ഏതർത്ഥത്തിലും തിരിച്ച് നിത്യതയിലേക്കൊന്ന് കൊണ്ടുവരുവാൻ പറ്റുമെങ്കിൽ എന്റെ കർത്താവ് അതിന്റെ പരമാവധി ശ്രമിക്കും. ഗ്ലോറി, ഗ്ലോറി. അതാ കർത്താവ് പറഞ്ഞു, എനിക്ക് പ്രിയമുള്ള. വാസ്തവത്തിൽ കർത്താവിന്റെ വായിൽ നിന്ന് ഒരുത്തനെ തുപ്പിക്കളയുന്നത് വരെ അവരാ പ്രിയത്തിനകത്തായിരിക്കും. ഞാനത് പറയുമ്പോൾ 1-2 സംഭവങ്ങൾ അതിനോട് കണക്ട് ചെയ്ത് പറയാൻ എൻ്റെ അകത്തുണ്ട്. അത് ഈ മത്തായി 23:37 കർത്താവ് പറയുന്നുണ്ട്, യെരൂശലേമേ പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചവരെ കല്ലെറിയുകയും ചെയ്തവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ മറവിൽ മറയ്ക്കുന്നത് പോലെ നിന്നെ മറയ്ക്കാൻ എനിക്ക് പലവട്ടം മനസ്സായിരുന്നു. നീ ചെയ്തത് എന്താ? നിന്റെ അടുക്കൽ അയച്ചവരെ കല്ലെറിഞ്ഞു, അവരെ കൊന്നുകളഞ്ഞു. നിന്നെ വിടുവിക്കാൻ അയച്ചതാ, നിന്റെ രക്ഷയ്ക്ക് അയച്ചതാ, നിന്നെ ഒന്ന് മടക്കിയെടുക്കാൻ അയച്ചതാ. പക്ഷെ നീ കൊന്നുകളഞ്ഞു. അയ്യോ, നമ്മൾ കൊന്ന എത്രയോ ദൈവദാസന്മാരുണ്ടെന്നറിയോ? നമ്മൾ കൊന്നുകളഞ്ഞ ഒട്ടനവധി ദൈവദാസന്മാരുടെ നീണ്ട ലിസ്റ്റ് നമുക്ക് എടുക്കാൻ കഴിയും. ഒരു ദാക്ഷിണ്യവും കാണിക്കാതെ കൊന്നുകളഞ്ഞു. എന്നിട്ട് പറയുക, കോഴിയെ തന്റെ കുഞ്ഞുങ്ങളെ
ചിറകിൻ മറവിൽ മറയ്ക്കുന്നത് പോലെ നിന്നെ ഒന്ന് മറച്ചു പിടിക്കാൻ. നീ കൊന്നവനാ കേട്ടോ, നീ കല്ലെറിഞ്ഞവനാ. കർത്താവ് പറയാ, ഇപ്പോഴും നിന്നെ തുപ്പിയിട്ടില്ല, ഇപ്പോഴും നീ പ്രിയത്തിനകത്താ. ഒരിക്കൽ കൂടി നിന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ എനിക്ക് മനസ്സുണ്ട്. ഒത്തിരി ആളുകളുടെ സംശയം തള്ളിക്കളഞ്ഞോന്നാ. ഇല്ല ഇല്ല, നിന്നെ തുപ്പുന്നത് വരെ നിനക്ക് സാധ്യതയുണ്ട്, നിന്നെ പുറത്ത് കളയുന്നത് വരെ നിനക്ക് സാധ്യതയുണ്ട്. മടങ്ങി വരാൻ മനസ്സ് കാണിച്ചാൽ അത് പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ. നിന്നെ ഒന്ന് തിരിച്ചെടുക്കാൻ കർത്താവ് ആഗ്രഹിക്കുക, നഷ്ടപ്പെടുത്താൻ കർത്താവിന് ആഗ്രഹിക്കില്ല, മടക്കിയെടുക്കാൻ കർത്താവ് ആഗ്രഹിക്കുക. കർത്താവ് പറയുക, കോഴിയെ ചിറക് വിടർത്തി പിടിക്കുന്നത് പോലെ, കോഴി തൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിൻ മീതെ വഹിക്കും പോലെ, എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ തീരാത്ത വൻ കൃപകൾ. നന്ദി യേശുവേ, ഓ നീ ചെയ്ത. നമ്മുടെ പരിപാടിയൊക്കെ നോക്കിയാൽ തള്ളിക്കളയേണ്ടതാ. പക്ഷെ കർത്താവിന്റെ ആർദ്ര കരുണയിൽ ആ പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ സംഭവിച്ചത് കൊണ്ട് കർത്താവ് പറയുക, മോനെ ഇപ്പോഴും ഞാൻ നിന്നോട് സ്നേഹത്തിലാ കേട്ടോ. പത്രോസ് യേശുവിനെ വിട്ടുപോയിട്ടും, ഹല്ലേലൂയ, കർത്താവ് പുറകെ ചെല്ലുക. ഞാനത് പ്രസംഗിക്കുന്നില്ല, പാടാം. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തുനിന്ന് എന്നെ നീ. എത്ര ദൂരമാണോ ഓടിയത്, അത്രയും നേരം കാത്തുനിന്നു. തള്ളിപ്പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞില്ല. അപ്പോഴും ചൂടുള്ളവരപ്പവും കുളിരിനായി ചൂടും പകർന്നു തരുന്ന കർത്താവ് ഇന്ന് രാത്രി ആ യേശു ഇവിടെ വന്നിട്ടുണ്ട്. മടുത്ത് ക്ഷീണിച്ചിരിക്കുന്ന ചിലരെ ഒരിക്കൽ കൂടി തിരിച്ചു പിടിച്ച് ഒന്ന് ചേർത്ത് പിടിക്കാൻ, വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ ഒന്ന് നിർത്താൻ പിടികിട്ടുന്നവരുണ്ടെങ്കിൽ ആത്മാവിലൊന്ന് ആരാധിച്ചോ, ആത്മാവിലൊന്ന് ആരാധിച്ചോ. അതിന്റെ ഭാഗ കർത്താവ് പറയുന്നത്, ഞാൻ ശാസിക്കും എന്ന് പറയുന്ന പദത്തെ പഠിച്ചായിരുന്നു. എലങ്കോ എന്ന് പറയുമ്പോൾ ഞാൻ കുറ്റം ചുമത്തും, ഞാൻ തിരുത്തും, ഞാൻ തുറന്നു കാട്ടും, ഞാൻ വാക്കുകൊണ്ട് കഠിനമായി ശാസിക്കും. ഹല്ലേലൂയ. കർത്താവിന്റെ പ്രിയത്തിനകത്ത് കർത്താവ് ശാസിക്കും കേട്ടോ. അതാ പറഞ്ഞു, എനിക്ക് പ്രിയമുള്ളവനെയൊക്കെ ഞാൻ ശാസിക്കും. അതെ, ഈ വചനത്തോടു കൂടിയ ജലസ്നാനം എന്ന് പറയുന്നത് കഴുകുക. കർത്താവ് ശിക്ഷിച്ചു എന്ന് പറയുമ്പോൾ തലയിൽ മടൽ തള്ളിയിടുന്നതും തേങ്ങാ തള്ളിയിടുന്നതും തലയിൽ ഇടിവെട്ടിക്കുന്നൊന്നും അല്ല കേട്ടോ. പേടിയോ എന്ന് പറയുന്ന പദവാ ശിശുപരിപാലനം. നമ്മളെ ശിക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ നശിപ്പിക്കുന്നത് പോലെ തകർക്കുന്നൊന്നും അല്ല. എന്നോട് പൊട്ടക്കല്ല, രാമൻ പറ. ശിശുവിനെ പരിപാലിക്കുന്ന പോലെ. ഇവിടെ അമ്മമാരുടെ കയ്യിൽ കുഞ്ഞുങ്ങൾ കാണുമല്ലോ, എങ്ങനെയാ ശിശുവിനെ പരിപാലിക്കുന്നത്, എങ്ങനെയാ ശിശുവിനെ ശാസിക്കുന്നത്, അതുപോലെ ഞാൻ ശാസിക്കും, ഞാൻ ശിക്ഷിക്കും. അത് സംഭവിക്കുമ്പോൾ ഓർത്തോണം, നമ്മൾ വചനത്തോടു കൂടിയ ആ ജലസ്നാനത്തിനകത്തൂടെ പോകുക. ഒരാമേൻ പറഞ്ഞാട്ട്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷനാണ്. അത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുപ്പില്ല. മനസ്സ് പുതുക്കണമെങ്കിൽ വചനം കേട്ടാ വരത്തുള്ളൂ. തിരുത്തുന്ന വചനം, തുറന്നു കാട്ടുന്ന വചനം, ശിക്ഷിക്കുന്ന വചനം, ഇത് കേട്ടേ പറ്റത്തുള്ളൂ. അവിടെയാണ് ഇത് സംഭവിക്കുന്നത്. അത് പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ. അത് വാസ്തവത്തിൽ ഇവിടെ ആരോ സംസാരിച്ചപ്പോൾ പറഞ്ഞു, എസ്തേറിന്റെ പുസ്തകത്തിലെ 2-12 വാക്യത്തില് എസ്തേറിനെ രാജാവിന് വേണ്ടി ഒരുക്കുന്ന ഒരു പ്രോസസ് ഉണ്ട്. 6 മാസം മൂർത്തൈലവും 6 മാസം സുഗന്ധവർഗവും സ്ത്രീകൾക്ക് ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള മറ്റു വസ്തുക്കളും കൊണ്ട് അവരുടെ ശുദ്ധീകരണ കാലം തികയും. അപ്പോഴാണ് ഇവിടെ രാജാവിന്റെ അടുക്കലേക്ക് ചെല്ലുന്നത്. ഒരു രാജാവിന് വേണ്ടി ഒരുക്കുന്ന മണവാട്ടി ഈ വിധത്തിലാണെങ്കിൽ, നമ്മൾ കർത്താവിന് വേണ്ടി ഒരുക്കപ്പെടുന്ന മണവാട്ടിയാണ്. ശബ്ദം ഉയർത്തി ഒരു ആമേൻ പറ. കർത്താവിന് വേണ്ടി ഒരുക്കപ്പെടുന്ന മണവാട്ടി. ഞാൻ ആ മണവാട്ടി പി.സി. ചെറിയൻ പാസ്റ്റർ ആ മെസ്സേജ് സംസാരിച്ചായിരുന്നു. എൻ്റെ ഒരു ബൈബിൾ സ്റ്റഡി ടോപ്പിക് അത് പെർഫെക്റ്റ് ബ്രൈഡ്. അതാ ടോപ്പിക്കിന്റെ പേര്, പെർഫെക്റ്റ് ബ്രൈഡ്. ഞാൻ ആ പദം കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. അവിടെ പ്യുവർ ബ്രൈഡ്, അതുപോലെ തന്നെ പ്യുവർ വെർജിൻ എന്നൊക്കെയാണ് സഭ വിളിച്ചിരിക്കുന്നത്. പ്യുവർ ബ്രൈഡ്, പ്യുവർ വെർജിൻ. അവിടെ ഹഗ്നോസ് എന്ന പദത്തിന് പ്രോപ്പർലി ക്ലീൻ, ഇന്നസെന്റ്, മോഡസ്റ്റ്, പെർഫെക്റ്റ് എന്നൊക്കെയാ അർത്ഥം. എന്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിന് വേണ്ടി ഒരുക്കപ്പെടുന്ന മണവാട്ടി ഉണ്ടല്ലോ, കോംപ്രമൈസ് ഇല്ലാത്ത കാര്യം, പ്രോപ്പർലി ക്ലീൻ ആയിരിക്കണം. അത് പ്രോഗ്രസീവാ, ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. സത്യത്തിൽ ഈ പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ എന്ന് വരെ തുടരും എന്ന് ചോദിച്ചാൽ, തുടങ്ങിയാൽ മരണം വരെ തുടരും.
എനിക്ക് 90 വയസ്സായി, ശുദ്ധീകരണം വേണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. അത് റോമാലേഖനം 6:22 പറയുന്നുണ്ട്, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച ദൈവത്തിന്റെ ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവൻ. എന്ന് പറയുന്നത് എറ്റേണൽ ലൈഫാ. അവിടെ ചെല്ലുന്നത് വരെ ഈ ശുദ്ധീകരണം തുടരും. ആ ശുദ്ധീകരണത്തിനകത്ത് പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷനകത്ത് എന്നാ സംഭവിക്കുന്നത് അറിയോ? നമ്മളെ കലർപ്പില്ലാത്തവരാക്കി മാറ്റുക. പ്രതികരിക്കാൻ പറ്റുമെങ്കിൽ രാമൻ പറഞ്ഞു. എബിമാം പാസ്റ്റർ, ഞാൻ നിരന്തരമായി മീഡിയ യൂസ് ചെയ്യുന്ന ആളാണ്. പൗർവിഷനിലും ഹാർവസ്റ്റ് ടിവിയിലും നിരന്തരമായി പ്രസംഗിക്കുന്നുണ്ട്. ഹാർവസ്റ്റ് ടിവിയിലാണെങ്കിൽ ഡെയിലി ഞങ്ങൾക്ക് 3 മണിക്കൂർ TV പ്രോഗ്രാം ഉണ്ട്. ഹാർവസ്റ്റ് കേരളത്തിൽ 7:30 തൊട്ട് 8:00 വരെ, ഹാർവസ്റ്റ് TVയിൽ 11:30 തൊട്ട് 12:00 വരെ, ഹാർവസ്റ്റ് USA 6 തൊട്ട് 7 വരെ, 3 മണിക്കൂർ എല്ലാ ദിവസവും പ്രോഗ്രാം ഉണ്ട്. അതുപോലെ യൂട്യൂബ് ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം പറയാം. ഇപ്പൊ ഈ ചില ക്യാച്ചിങ് ആയിട്ടുള്ള ടോപ്പിക്കുകളുണ്ട്. നിന്റെ ജീവിതം പച്ച തൊടാൻ പോകുന്നു, അങ്ങോട്ട് ഇട്ടെ. 2 മണിക്കൂർ കൊണ്ട് 40,000 പേര് കാണും. പക്ഷെ വിശുദ്ധി എന്ന് പറഞ്ഞൊരു തലക്കെട്ട് കൊടുത്തിട്ടെ, ഒറ്റ ആൾ കാണത്തില്ല. 20 വർഷം കൊണ്ട് 200 പേരെ കാണത്തുള്ളൂ. ആർക്ക് വേണം വിശുദ്ധി? നമ്മുടെ ഇടയിൽ ചെലവാകാത്തൊരു ചരക്കാ സാധനം. ആർക്ക് വേണം ഇത്? ആർക്ക് വേണം വിശുദ്ധി? ഞാൻ പറഞ്ഞ് പ്രസംഗിക്കാൻ പോലും സത്യത്തിൽ എനിക്ക് ടോപ്പിക്ക് തന്നപ്പോൾ എനിക്കങ്ങ് വിഷമായിരുന്നു. കാരണം ഇത് എനിക്കറിയാം ആളുകൾ കൈയടിക്കത്തില്ലെന്ന്. കാരണം ഇത് അങ്ങനെ ഒരു സാധനമല്ലേ. ഇത് പ്രസംഗിക്കാൻ തന്നെ അങ്ങ് നമുക്കൊന്ന് അങ്ങ് വിഷമാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ സംഗതി വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രിയരെ. നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷനിൽ കർത്താവിന് വേണ്ടി ഒരുങ്ങുന്ന സഭ എന്ന കാന്ത അത് കലർപ്പില്ലാത്തതാണ്. അത് പരിശുദ്ധമായതാണ്. അത് മായമില്ലാത്തതാണ്. അത് പരിപൂർണമായതാണ്. അത് പവിത്രമാണ്. അത് നിർദോഷമാണ്. അത് ചാരിത്ര്യ ശുദ്ധിയുള്ളതാണ്. അത് സങ്കരമല്ല. അത് പാതിവൃത്യമുള്ളതാണ്. അത് ഏക പതിവ്രതമുള്ളതാണ്. ഇങ്ങനെ കർത്താവ് സഭയെ ഒരുക്കുന്നത്. പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ ഇങ്ങനെയാ സഭ ഒരുക്കപ്പെടുന്നത്. ഒരു ആമേൻ പറഞ്ഞു. ഓ ഹല്ലേലൂയ. ഇങ്ങനെ ഈ പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷന് ഭയങ്കര ബ്ലെസ്സിങ്സ് ഉണ്ട് കേട്ടോ. അത് ഞാൻ ആ ബ്ലെസ്സിങ്സ് മാത്രം ഒന്ന് പറഞ്ഞു കൂടാ. അത് അപ്പോസ്തലപ്രവൃത്തി 16:18 അവിടെ വായിക്കുന്നുണ്ട്, ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശം. പ്രവാചകൻ വന്ന് തലേ കൈവച്ചിട്ട് അവകാശം എന്നൊന്നും പറഞ്ഞ അവകാശം ഉണ്ടാകത്തില്ല. ശുദ്ധീകരിക്കപ്പെട്ടവനെ അവകാശം ഉണ്ടാകത്തുള്ളൂ. ഞാൻ ചുമ്മാ പറഞ്ഞതല്ല, ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശം. അതേ വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്, അവരുടെ കണ്ണ് തുറപ്പാൻ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിക്കാനും. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷനിൽ ഇടപെടുന്ന ഒരുത്തനുണ്ടെങ്കിൽ ആ വ്യക്തിയെ നോക്കി ഞാൻ ആത്മാവിൽ പറയും, സാത്താന്റെ അധികാരത്തിന് നിന്നെ തൊടാൻ പറ്റത്തില്ല. പിടികിട്ടുന്നവരുണ്ടെങ്കിൽ രാമൻ പറഞ്ഞു. അയ്യോ, പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷനിലായിരിക്കുന്ന സഭയോട് ഞാൻ പറയാം, പോരാട്ടത്തെ മൈൻഡ് ചെയ്യരുത് കേട്ടോ. യേശുക്രിസ്തുവിന്റെ നിത്യത്വം, വ്യക്തിത്വം, ദൈവത്വം, ആളത്വം മൊത്തം പ്രസംഗിച്ചാലും കൈയടിക്കാതിരിക്കുന്ന കൊച്ചമ്മ കയ്യിലിരിക്കുന്ന ബൈബിൾ എടുത്ത് എറിഞ്ഞിട്ട് ഇരിക്കുന്ന ചെയർ ചവിട്ടി ഓടിച്ച് ആരാധിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, പോരാട്ടം പറഞ്ഞാൽ മതി. ഡ്രൈ അടിച്ചിരിക്കുന്ന മീറ്റിങ്ങിനകത്ത് നിന്നെ മല്ലുകെട്ടി വാതുകെട്ടി നിൽക്കുന്ന ആ പോരാട്ടത്തെ ഇന്ന് രാത്രി തകർക്കാൻ പോകാമെന്ന് പറഞ്ഞു നോക്കിയ കൊച്ചമ്മയെ അറഞ്ഞു പിടിച്ച് ആരാധിക്കും. ഞാൻ പറയാം, ശുദ്ധീകരണം സംഭവിക്കാത്തവനെ സ്തോത്രം പിശാചിന് പേടിയില്ല. ആരാണ് ഭയപ്പെടുന്നതെന്ന് ഞാൻ പറയാ. ആരെയാണ് പൈശാചിക ലോകം ഭയപ്പെടുന്നത്? വിശുദ്ധീകരിക്കപ്പെടുന്നവൻ ആരോ. യോഹന്നാൻ നീതിയും വിശുദ്ധിയുമുള്ള പുരുഷനെന്ന് കണ്ട് ഹെരോദാവ് അവനെ ഭയപ്പെട്ടു. ബിലയാം ശപിക്കാൻ മിടുക്കനാണ്. ബിലയാം ശപിക്കാൻ പുൽപ്പിറ്റിൽ കയറി നിൽക്കുകയാണ്. പക്ഷെ വായു തുറന്നപ്പോ ശാപം വരുന്നില്ല. ബിലയാം പറയുക, തനിച്ചു പാർക്കുന്ന കൂട്ടമാണ്. കലർപ്പില്ലാത്തവർ, സങ്കരമല്ലാത്തവർ, തനിച്ചു പാർക്കുന്ന കൂട്ടം, അവരെ ശപിക്കാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ദൈവജനത്തെ നോക്കി ഞാൻ പറയാം, പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ അതിന്റെ പവിത്രതയിൽ, അതിന്റെ നിർമ്മലതയിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു ദേശാധിപതി സ്വാധീനങ്ങൾക്കും ഒരു മന്ത്രതാന്ത്രിക ശക്തികൾക്കും നിന്റെ നേരെ ശാപം ചൊരിയാൻ കഴിയത്തില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആത്മാവിലൊന്ന് ആരാധിച്ചേ. ഒരു 10 സെക്കൻഡ് അന്യഭാഷ പറഞ്ഞ് ഒരുമിച്ചൊന്ന് ആരാധിച്ചാട്. അന്യഭാഷ പറഞ്ഞ് ഒരുമിച്ചൊന്ന് ആരാധിച്ചാട്. ഇന്ന് രാത്രി ആ പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷനിലേക്ക് വാ. നീ പ്രൊട്ടക്റ്റഡ് ആകും. ഞാൻ നിങ്ങളുടെ ആത്മാവിൽ പറയാൻ, ചിലത് പൊളിയുന്നു,
ചില ശാപ സ്വാധീനങ്ങൾ ഇന്ന് രാത്രി പൊളിയുന്നു. നിങ്ങൾ കേൾക്കാതെ രഹസ്യ കേന്ദ്രങ്ങളിൽ ഇരുന്ന് നിങ്ങൾക്കെതിരെ ഉച്ചരിച്ച ചില വാക്കുകൾ ഇന്ന് രാത്രി പൊളിയുകയാണ്. അത് നീ അറിയണമെന്നില്ല. പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ നിന്നാ മതി. നിന്റെ ദൈനംദിന ജീവിതത്തിനകത്ത് വിശുദ്ധിയുടെ ക്രമം ഇറങ്ങി വന്നാൽ അവിടെ നീ പ്രൊട്ടക്റ്റഡ് ആണ്. ഓ, ഇങ്ങനെ ഒരു സഭയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. എനിക്കെല്ലാം പറഞ്ഞിരിക്കാൻ നേരെയില്ല. 2 പത്രോസ് 3:14. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കുക. അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരെ സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട്. കണ്ടോ, കർത്താവ് ഉത്സാഹിക്കുക. കറയില്ലാത്ത, കളങ്കമില്ലാത്തവരെ സമാധാനത്തോടെ കാണും. ഈ കറ എന്ന് പറയുന്ന വാക്ക് ഞാൻ പറയാം. കറ എന്ന് പറഞ്ഞാൽ സ്പിലോ എന്ന പദമാണ്. മാലിന്യം എന്ന് പറയുമ്പോൾ പാപം. ഈ ചുളുക്കം എന്ന് പറയുന്നുണ്ടല്ലോ, ചുളുക്കം എന്ന് പറഞ്ഞാൽ ഊനം. നമ്മളെ ഈ ഉത്തമഗീതത്തിൽ വായിക്കുന്നുണ്ടല്ലോ, എന്റെ പ്രിയേ നീ സർവാംഗ സുന്ദരി, നിന്നിൽ യാതൊരു ഊനവും ഇല്ല. അത് തന്നെയാ പറയുന്നത്. സഭ സ്പിലോയാണ്. സഭ ഊനമില്ലാത്തതാണ്. സഭ സർവാംഗ സുന്ദരിയാണ്. ഒരാമേ പറ. വാസ്തവത്തിൽ പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷന് സഭയ്ക്ക് വേണ്ടുന്ന 2 കാര്യങ്ങൾ ഞാൻ പറയാം. എനിക്ക് അടുത്ത കാര്യം കൂടെ പെട്ടെന്ന് പറയാനുണ്ട്. സ്തോത്രം. 2 കാര്യങ്ങൾ. അതിലൊന്ന് മെറ്റാനോയ. സ്തോത്രം. ഞാൻ ഇന്ന് വാസ്തവത്തിൽ ആ പദം പഠിച്ചത്. ഈ വചനം ഇങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ ഇരുന്നപ്പോൾ ഇന്നാണ് ആ പദം പഠിച്ചത്. ഒരു ദേവദാസനുമായി ഡിസ്കസ് ചെയ്തപ്പോൾ അദ്ദേഹം എന്നോട് ആ വാക്യവുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ അന്വേഷിച്ച് വന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, മെറ്റാനോയ അതാണ് മാനസാന്തരം. മെറ്റാനോയ എന്ന് പറയുമ്പോൾ പാപത്തിന്റെ കാരണ നിമിത്തം അനുഭവിക്കുക. സത്യത്തിൽ ഈ പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷനിലായിരിക്കുന്ന സഭ പലപ്പോഴും പാപത്തിന്റെ കാരണ നിമിത്തം അനുഭവിക്കുന്നില്ല. അതാ മെറ്റാനോയ. വാസ്തവത്തിൽ നമ്മൾ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? വേറൊന്ന് മെറ്റാമെലോമായി, അതായത് പാപത്തിന്റെ പരിണിത ഫലം നിമിത്തം അനുഭവിക്കുക. അതിനൊരു നല്ല എക്സാമ്പിൾ പറയാം. മെറ്റാനോയയിൽ നിന്ന് മെറ്റാമെലോമായി. സ്തോത്രം. അത് 2 കാര്യമാണ്. ഈ മെറ്റാമെലോമായി എന്ന് പറഞ്ഞാൽ അതിനൊരു ഉദാഹരണം പറയാം. യോസഫിനെ പൊട്ടക്കണറ്റിലിട്ട് കച്ചവടക്കാർക്ക് വിറ്റ് 20 വർഷം പോയിട്ട് സഹോദരന്മാർക്ക് അനുതാപമില്ലായിരുന്നു. പക്ഷെ ബെന്യാമീൻ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോ അവർക്ക് അനുതാപമുണ്ടായി. അതാ മെറ്റാമെലോമായി. ബെന്യാമീൻ അറസ്റ്റ് ചെയ്യുന്നത് വരെ 20 വർഷം ഒരു ചിന്തയില്ലായിരുന്നു. അതുപോലെയാ ക്യാൻസർ വന്നപ്പോൾ ചിന്തിച്ചു, അതുകൊണ്ടായിരിക്കുന്നു. ആക്സിഡന്റ് ആയപ്പോൾ ചിന്തിച്ചു, അതുകൊണ്ടായിരിക്കുന്നു. ഹലോ, ഒരു വേറൊരു രോഗം വന്നപ്പോൾ ചിന്തിച്ചു 20 വർഷം മുമ്പുള്ള എന്തോ ഒരു കാര്യം. അത് മെറ്റാമെലോമായി. അതുകൊണ്ട് പ്രയോജനമില്ല. ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാകേണ്ടത് മെറ്റാനോയാണ്. ആമേ പറഞ്ഞില്ലല്ലോ. ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടാകുന്ന മാനസാന്തരം അല്ല റിയൽ മാനസാന്തരം. അത് കാരണം കൊണ്ടുണ്ടാകുന്ന മാനസാന്തരം. അതല്ല, വചനത്താൽ ഉണ്ടാകുന്ന മാനസാന്തരം മെറ്റാനോയ. ഒരാമേ പറഞ്ഞോ. അമേ. 3ാമത്തെ കാര്യമാണ് ഫൈനൽ സാങ്ക്ടിഫിക്കേഷൻ. അപ്പൊ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഈ കർത്താവിന് വേണ്ടി ഒരുക്കപ്പെടുന്ന സഭയുടെ 3 കാര്യങ്ങൾ. ഒന്ന്, അത് പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ. അത് നമുക്ക് ഓൾറെഡി കിട്ടി, രക്ഷിക്കപ്പെട്ടപ്പോൾ കിട്ടിയ. 2, പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ. തുടർന്നുകൊണ്ടിരിക്കാം, മരണം വരെ പോകേണ്ടതാണ്. ഇത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഫൈനൽ സാങ്ക്ടിഫിക്കേഷൻ ഉണ്ട്. അതാ പറയുന്നത് തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന്. ഞാൻ ആ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് എന്ന് പറയുന്ന പദം പഠിച്ചപ്പോ പരിസ്ഥാനോ എന്ന് പറയുന്ന പദം മാത്രം ഉപയോഗിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരികിലോ സമീപത്തോ നിർത്തുക. എനിക്ക് ആ അർത്ഥം പഠിച്ചപ്പോൾ എനിക്കത് തുള്ളാൻ തോന്നി കേട്ടോ. സത്യം. കർത്താവ് നമ്മളെ തന്റെ അരികിലോ സമീപത്തോ നിർത്താൻ ആഗ്രഹിക്കുക. ഓ, നമ്മുടെ വിഷയം അതല്ലേ. പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷനിലൂടെ പോയിട്ട് നമ്മുടെ കർത്താവ് നമ്മെ പിടിച്ച് തന്റെ അരികിൽ നിർത്താൻ ആഗ്രഹിക്കുക. ഓ, അതാ ഫൈനൽ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതാ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന്. അതിന്റെ വേറൊരു അർത്ഥം എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് കാണാനും ചോദ്യം ചെയ്യാനും വേണ്ടി അവതരിപ്പിക്കുക. സത്യത്തിൽ സഭയെ കർത്താവിന് നിർത്തേണ്ടത് എങ്ങനെയാണെന്നറിയോ? നോക്കണം, ദൈവസഭയാ വല്ലതും കണ്ടുപിടിക്കാനുണ്ടോ? ഇതാ കർത്താവിന്റെ ഒരു സ്വപ്നം. അങ്ങനെ ഒരു സഭയെ വേണമെന്നാ കർത്താവിന്റെ സ്വപ്നം. ഓ, അത് ഇവിടെയും അവിടെയും. ഒന്നുകൂടെ, ഇവിടെയും പറ ഇവിടെയും അവിടെയും. ഇവിടെയും കർത്താവിന് സഭയെ ചോദ്യം ചെയ്യാൻ ഒക്കാത്ത വിധത്തിൽ അവതരിപ്പിക്കണം. പക്ഷെ നമ്മൾ പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷനിൽ കയറാത്തോണ്ട് പലരും എടുത്തിട്ട് അടിക്കുക. ഞാൻ സത്യമാണ് പറഞ്ഞത്, എന്നോട് പിണങ്ങല്ലേ, ഒരു പാവം പിടിച്ചോനെ. സത്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ചോദ്യം ചെയ്യാൻ അവസരം ഉണ്ടാക്കിയത്. പക്ഷെ കർത്താവിന്റെ ആഗ്രഹം എന്താണെന്നറിയോ? ഈ സാങ്ക്ടിഫിക്കേഷനിൽ പോകുന്നവനെ ചോദ്യം ചെയ്യാൻ ഒക്കാത്ത വിധത്തിൽ. നമ്മൾ വായിക്കുന്നില്ല, ഇവനിൽ യാതൊരു കുറ്റവും കാണുന്നില്ല. ആ വിധത്തിലാണ് സഭ. ഓ, പിടികിട്ടുന്നുണ്ടെങ്കിൽ രാമൻ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. അങ്ങനെ എടുക്കപ്പെടുന്ന അങ്ങനെയുള്ള ഒരു സഭ, ആ സഭയാണ് തേജസ്സോടെ മുൻനിർത്തപ്പെടുന്ന സഭ.
ഞാൻ എനിക്ക് ഈ തേജസ് മൊത്തം പറഞ്ഞു നിൽക്കാനുള്ള ആ ഒരു സമയമില്ല. വളരെ കുറഞ്ഞ സമയമാണ് ഈ പ്രാവശ്യം ഉള്ളത്. അതുകൊണ്ട് ഞാൻ ആ സമയത്തെ ആ തേജസ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ ഭയങ്കര ഗംഭീരമാണ്. സ്പ്ലെൻഡർ, ബ്രൈറ്റ്നസ്, എക്സലൻസ്, ഡിഗ്നിറ്റി, മജസ്റ്റി എന്നൊക്കെയാണ്. അതിൻ്റെ മലയാളാർത്ഥം പറയാൻ പോയാൽ ഒരു 16 അർത്ഥമെങ്കിലും പറയേണ്ടി വരും. ഗാംഭീര്യം, ശോഭ, കാന്തി, ഭാസുരത്വം, പ്രതാപശക്തി, തിളക്കം, തെളിച്ചം, മേന്മ, മഹിമ, ഉത്കൃഷ്ടത, പ്രഭാവം, കുലീനത, മാഹാത്മ്യം, ശ്രേഷ്ഠത, മഹത്വം, ഐശ്വര്യം, തേജസ്, വല്ലഭത്വം, ഇതെല്ലാം തേജസിന്റെ അർത്ഥമാണ്. ഇത് പ്രാപിക്കാനാണ് നമ്മൾ ഇരിക്കുന്നത്. അതെവിടെ പറയും? അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ കഴുകി വെടിപ്പാക്കി കറ, ചുളുക്കം മുതലായതൊന്നും ഇല്ലാതെ തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന്. ഈ തേജസ്സിന്റെ ഒരു ഫൈനൽ സ്റ്റേജ് ഞാൻ പറയട്ടെ, അതോടെ പറഞ്ഞ് നിർത്താം. തേജസ്സിന്റെ ഫൈനൽ സ്റ്റേജ് അത് 2 കൊരിന്ത്യർ 3:18 അവിടെ വായിക്കുക. കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച, ബാക്കി ഒരുമിച്ച് പറ, അതേ പ്രതിമയായി. ഒന്നുകൂടെ തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച, പറഞ്ഞോ, അതേ പ്രതിമയായി. ഒന്നുകൂടെ പറ, തേജസ്സിന്റെ മേൽ അതേ പ്രതിമയായി. ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്റർ ഏറ്റവും അടുത്തിരിക്കുന്നുണ്ട്, എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ദേവദാസനായതുകൊണ്ട് പറയുമോ, ഞാനും VP തോമസ് പാസ്റ്ററും തമ്മിൽ ശരീരം കൊണ്ടും പ്രായം കൊണ്ടും വ്യത്യാസമുണ്ട്. ആ വാക്യത്തെ എനിക്ക് മനസ്സിലാക്കുന്ന അർത്ഥത്തിൽ ഞാൻ പറയും. ഞാൻ പാസ്റ്ററെ കണ്ട മാത്രയിൽ ഞാൻ പാസ്റ്ററെ പോലെ എങ്ങായി. ഇപ്പൊ റെജി ആരാ, VP തോമസ് പാസ്റ്റർ ആരാന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ആ ഒരു പരുവത്തിൽ സഭ മാറുന്നതാണ് ഫൈനൽ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി. അത് 1 യോഹന്നാന്റെ ലേഖനം 3:2 എഴുതിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോ നാം അവന്, ബാക്കി പറ, താനിരിക്കുന്നത് പോലെ തന്നെ നാം അവനോട്. എന്നെ പദവി അത്. അതാ ഞാൻ പറഞ്ഞ, പാസ്റ്ററെ പോലെ ആകുന്ന ആ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നാം അവനോട് സദൃശ്യന്മാരാകും. ഒന്നുകൂടെ പറയുക, നാം അവനോട് സദൃശ്യന്മാരാകും. ഇതാണ് നമ്മുടെ ഫൈനൽ സാങ്ക്ടിഫിക്കേഷൻ. ഇത് കളയരുതേ. ഞാൻ ചുമ്മാ ഒന്ന് ചിന്തിച്ചു, ധനവാൻ യാതനാ സ്ഥലത്ത് എത്ര വർഷമായിട്ട് ഈ വെള്ളം ചോദിച്ച് കിടക്കുന്നു. ചുമ്മാ ഒരു 2000 വർഷത്തെ കണക്ക് വെച്ച് ഞാൻ ചുമ്മാ കൂട്ടിയേ, ചുമ്മാ മനസ്സിലാക്കാൻ വേണ്ടി പറയുക. 2000 വർഷമായിട്ട് പുള്ളി വെള്ളം ചോദിച്ചോണ്ടിരിക്കുക, ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെയല്ല നമുക്ക് മനസ്സിലാക്കുന്നത്, തെറ്റല്ലല്ലോ. 2000 വർഷമായിട്ട് പുള്ളി വെള്ളം ചോദിച്ചോണ്ടിരിക്കുക. ലാസ്റ്റിന്റെ വിരൽ മുക്കി ഒന്ന് കൊടുത്താൽ മതി, അത് ചോദിച്ചോണ്ടിരിക്കുക. ഞാൻ ഈ 2000 വർഷം 365 ഗുണം 2000 എന്ന് ഞാൻ കൂട്ടിയപ്പോൾ 7,30,000 ദിവസമായിട്ട് പുള്ളി വെള്ളം ചോദിച്ചോണ്ടിരിക്കുക. എന്റെ ഭാവനെ പറയുവാണ്, ഇതുവരെ കിട്ടിയിട്ടില്ല. എന്തിനാ ഈ പൊല്ലാപ്പിന് പോകുന്നത്? ആകപ്പാടെ 32,850 ദിവസമേ പരമാവധി കിട്ടത്തുള്ളൂ. അതിന് പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ ആണെങ്കിൽ നമുക്കങ്ങ് പോകരുതോ? യേശുവിനോടൊപ്പം യേശുവിനെ പോലെ. എന്തിനാ കളയുന്നേ? എന്തിനാ ഈ പദവി കളയുന്നേ? എന്തിനാ ഈ പദവി കളയുന്നേ? ഇന്ന് രാത്രി പറ, മണ്ണെ പ്രതി മാണിക്യം വെടിയത്തില്ല. എത്ര പേർക്ക് ആത്മാവിൽ പറയാൻ പറ്റും? മണ്ണെ പ്രതി മാണിക്യം വെടിയത്തില്ല. ഈ നമുക്ക് നേടാനുള്ളത് മണ്ണാണ്, കിട്ടാനുള്ളത് മാണിക്യമാണ്. യെരൂശലേം പുത്രിമാര് ചുറ്റും നിന്ന് രാവും പകലും ഈ അനുരാഗത്തെ കവരാൻ വേണ്ടി മാടി വിളിക്കും. ഇന്ന് രാത്രി പറ, ഇല്ല. അങ്ങനെ പറയുന്ന സഭ ആ കരമൊന്ന് ഉയർത്തി പിടിച്ച് ആത്മാവിലെന്ന് പറഞ്ഞേ, കർത്താവേ, മണ്ണെ പ്രതി ഞാൻ മാണിക്യം വെടിയത്തില്ല. പറയാൻ പറ്റുമെങ്കിൽ അഭിഷേകത്തിലൊന്ന് പറ. ഗ്ലോറി 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 ഗ്ലോറി. എന്തിനാ നഷ്ടപ്പെടുത്തുന്നത്? മണ്ണെ പ്രതി മാണിക്യം വെടിയരുത് കേട്ടോ. ഇന്ന് രാത്രി നമുക്കൊരു ഫ്യൂച്ചർ ഗ്ലോറി ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ പറയാം, നമുക്കൊരു പ്രസന്റ് ഗ്ലോറി ഉണ്ട്. അതോടെ പറഞ്ഞാൽ നിർത്താം. ഫ്യൂച്ചർ ഗ്ലോറി ഉണ്ട്, പ്രസന്റ് ഗ്ലോറി ഉണ്ട്. ഫ്യൂച്ചർ ഗ്ലോറി അനുഭവിക്കാൻ ഇരിക്കുന്നവന് പ്രസന്റ് ഗ്ലോറി അനുഭവിക്കാൻ പറ്റും. അതാ യേശു യോഹന്നാൻ 17 പറഞ്ഞു, നീ എനിക്ക് തന്ന മഹത്വം ഞാൻ അവർക്ക് കൊടുത്തു. നമുക്ക് മഹത്വം തന്നേക്ക് കർത്താവ്. ഫ്യൂച്ചർ ഗ്ലോറിയുടെ ഒരു സാമ്പിൾ നമ്മുടെ അകത്തുണ്ട്. അത് പക്ഷെ നമുക്ക് പഴനിമത്തിൽ കാണുന്ന പോലെ തീയായിട്ടോ പുകയായിട്ടോ ഒന്നും കാണാൻ പറ്റത്തില്ല. കാരണം കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളം മീഞ്ഞാക്കിയപ്പോൾ അവിടെ തന്റെ മഹത്വം വെളിപ്പെട്ടു. അവിടെ മറ്റൊന്നും കാണാൻ പറ്റത്തില്ല, പക്ഷെ മഹത്വം വെളിപ്പെട്ടു. There he revealed his glory. There he manifested his glory. അവിടുത്തെ ആ ഡോക്സ, ആ ഗ്ലോറിയെ അവിടുന്ന് മാനിഫെസ്റ്റ് ചെയ്തു. അത് പ്രസന്റ് ഗ്ലോറി. ഫ്യൂച്ചർ ഗ്ലോറി ഉള്ളവന് പ്രസന്റ് ഗ്ലോറി എക്സ്പീരിയൻസ് ചെയ്യാം. ഒരാമേൻ പറഞ്ഞാട്ട് ഞാൻ ആ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ നിങ്ങളോട് പറയട്ടെ. ഈ പ്രസന്റ് ഗ്ലോറി എന്ന് പറയുന്ന ഈ സംഭവം ഉണ്ടല്ലോ, പ്രസന്റ് ഗ്ലോറി, എന്റെ പ്രിയപ്പെട്ടവരെ, അത് പ്രസൻസിനേക്കാൾ കുറച്ചുകൂടെ മീതയാ. എനിക്കറിയത്തില്ല എത്ര പേർക്ക് പിടികിട്ടിയെന്ന്. പുറപ്പാട് 33 മോശയോട് കർത്താവ് പറഞ്ഞു, സ്തോത്രം, എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. പക്ഷെ 2-3 വാക്യം കഴിഞ്ഞപ്പോൾ കർത്താവ് പറയുക, എനിക്ക് നിന്റെ മഹത്വം കാണണം. അപ്പൊ സാന്നിധ്യത്തെക്കാൾ അല്പം കൂടെ ഉയർന്ന ഒരു സംഭവമാണ്
ഗ്ലോറി. ഞാൻ വേണമെങ്കിൽ ആ റെഫറൻസ് പറഞ്ഞേക്കാം. ഹല്ലേലൂയ. നിങ്ങൾ പുറപ്പാട് 33 നോക്കിയാൽ മതി. സ്തോത്രം. 33 സാന്നിധ്യം തരാമെന്ന് പറഞ്ഞപ്പോൾ മോശ പറഞ്ഞു പോരാ, ഗ്ലോറി വേണം. ഓ ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാനതിന്റെ ഫൈനൽ വേർഡ് പറഞ്ഞ് നിർത്തുക. ഹല്ലേലൂയ. എനിക്കൊരു 5 മിനിറ്റ് കൂടെ എക്സ്ട്രാ തന്നിട്ടുള്ളത് കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ 1-2 കാര്യങ്ങളോട് പറയാം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ഗ്ലോറി റലത്തിലെത്തിയ നിനക്ക് വേണ്ടി പോരാടുന്നത് നീ ആയിരിക്കത്തില്ല, അത് ദൂതനായിരിക്കും. ഓ മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയാം. സിംഹക്കുഴിയിൽ ദാനിയേൽ വീണപ്പോ ദാവീദ് ഫൈറ്റ് ചെയ്തതുപോലെ സിംഹത്തോട് ഫൈറ്റ് ചെയ്തില്ല. ദൈവം തന്റെ ദൂതനെ അയച്ച് അതിന്റെ വായ അടച്ചു കളഞ്ഞു. ഇന്ന് രാത്രി ചില കുടുംബങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിച്ച് പറയാം, ഈ ഭൂമിയിൽ നീ ഗ്ലോറിയുടെ ആ ഒരു അനുഭവത്തിലേക്ക് എത്തപ്പെട്ടാൽ നീ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളുടെ നടുവിൽ നിനക്ക് വേണ്ടി പോരാടാൻ ഈ രാത്രി ദൂതന്മാർ ഇറങ്ങി വരും. നിന്റെ ശരീരത്തിൽ ഒരു തുള്ളി ചോര പൊടിയാതെ, ഞാൻ ആത്മാവിൽ ആ വാക്ക് വീണ്ടും പറയുക, നിന്റെ ശരീരത്തിൽ ഒരു തുള്ളി ചോര പൊടിയാതെ നിനക്ക് വേണ്ടി. ആത്മക്കണ്ണാൽ അത് കാണുന്നവരുണ്ടോ? ഒന്ന് പ്രതികരിച്ചോ. ആത്മക്കണ്ണാൽ അത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് പ്രതികരിച്ചോ. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഫൈറ്റ് ചെയ്യുകയല്ല, നിങ്ങൾക്ക് വേണ്ടി ദൂതൻ ഇറങ്ങി വരും. ഞാൻ ചില അഭിഷക്തന്മാരെ നോക്കി ആത്മാവിൽ പ്രവചിച്ചു പറയാ, നിങ്ങൾ ഗ്ലോറി റലത്തിലേക്ക് കയറിയ നിങ്ങളുടെ ശുശ്രൂഷയിൽ നിങ്ങളെ പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് വേണ്ടി ദൂതന്മാർ ഇറങ്ങി വരും. ഇന്ന് രാത്രി അങ്ങനെ ഒരു ദൂത് പറഞ്ഞ അതിൽ ആത്മാവിൽ ധൈര്യപ്പെടുന്നവരുണ്ടെങ്കിൽ കരമടിച്ചൊന്ന് ആരാധിച്ചേ. അതൊരു വെളിപ്പാടിന്റെ ശബ്ദമാണ്, അതൊരു പ്രവചന ശബ്ദമാണ്. ചിലരെ നോക്കി ഞാൻ ആത്മാവിൽ പറയാ, നീ തന്നെ പോരാടുകയല്ല, നിനക്ക് വേണ്ടി ദൂതൻ ഇറങ്ങി വരും. നിനക്ക് വേണ്ടി ചിലതിന്റെ വായ അടച്ചു കളയാ, നിന്നെ തൊടാതിരിക്കുക, നിന്റെ ശുശ്രൂഷയെ തൊടാതിരിക്കുക, നിന്റെ ജീവിതത്തെ തൊടാതിരിക്കുക, നിന്റെ കുടുംബത്തെ തൊടാതിരിക്കുക, നിന്റെ വഴികളെ തൊടാതിരിക്കുക, നിന്റെ നന്മകളെ തൊടാതിരിക്കുക. നിനക്ക് വേണ്ടി ദൂതൻ ഇറങ്ങി വരും. പത്രസേ, കാരാഗ്രഹത്തിൽ നീ വാതിൽ തുറക്കാൻ നടക്കണ്ട. ആമേൻ. കാരാഗ്രഹത്തിൽ നീ വാതിൽ തുറക്കണ്ട. നീ ഗ്ലോറിയെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നിനക്ക് വേണ്ടി ദൂതൻ ഇറങ്ങി വരും. ചിലരെ പൂട്ടിക്കളഞ്ഞ ഇടത്തേക്ക് ഇന്ന് രാത്രി ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങാൻ പോകുകയാണ്. പ്രസന്റ് ടൈം ഗ്ലോറിയെ എക്സ്പീരിയൻസ് ചെയ്യാൻ കൊതിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിലൊന്ന് പ്രതികരിച്ചോ. നിനക്ക് വേണ്ടി ദൂതൻ ഇറങ്ങുന്ന രാത്രിയാണിത്. ദൂതൻ ഇറങ്ങുന്ന രാത്രിയാണ്. നിന്നെ വിഷമിപ്പിക്കുന്ന ചിലതിനെ വെട്ടിമാറ്റാ, നിന്നെ വെല്ലുവിളിക്കുന്ന ചിലതിനെ വായടച്ചു കളയാ, നിന്റെ പ്രാണനെ ചോദ്യം ചെയ്യുന്ന ചിലതിനെ ആമേൻ മിണ്ടാടാക്കി കളയാ. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ദൂതൻ. ആ വചനത്തിൽ ധൈര്യപ്പെടുന്ന പ്രിയപ്പെട്ടവർ ആത്മാവിലൊന്ന് എഴുന്നേറ്റുന്നു. ഈ സമയത്ത് ദയവായി ഈ ഗ്രൗണ്ടിൽ നിന്ന് ആരും പുറത്തേക്ക് ഇറങ്ങി ഓടരുത്. ഒരു 2-3 മിനിറ്റ് കൂടെ ഒന്ന് വെയിറ്റ് ചെയ്താട്ട് എല്ലാ കണ്ണുകളും നിർബന്ധമായി അടച്ച് അതരങ്ങൾ വേഗം ഒന്ന് തുറന്ന് ഹൃദയങ്ങളെ ഒന്ന് ഏകാഗ്രമാക്കുക. കർത്താവിനോടൊന്ന് പറഞ്ഞ്, യേശുവേ, ഇന്ന് രാത്രി ആ സാന്നിധ്യത്തിന്റെ അടുത്തവരെ ലെവലിലേക്ക് എന്നെ കൊണ്ടുപോകണമേ. പറ്റുമെങ്കിൽ ആ കരങ്ങൾ 2 സ്വർഗത്തിലേക്ക് ഉയർത്തി പിടിച്ച് ഉച്ചത്തിലൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. നീ യുദ്ധം ചെയ്ത ഇടത്ത് ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ദൂതൻ ഇറങ്ങി യുദ്ധം ചെയ്യുന്നത് ആത്മാവിലൊന്ന് കണ്ടേ. കർത്താവിനോട് പറ, കളങ്കമില്ലാത്ത സഭയായി എനിക്ക് നിൽക്കണം, കളങ്കമില്ലാത്ത ഒരു വ്യക്തിയായി എനിക്ക് നിൽക്കണം. എത്ര പേർ പ്രാർത്ഥിക്കും? ഉച്ചത്തിൽ പ്രാർത്ഥിക്കുക. നിർത്തരുത്. എത്രത്തോളം ശബ്ദം ഉയർത്താമോ അത്രത്തോളം ശബ്ദം ഉയർത്തി ഇന്ന് രാത്രി പ്രാർത്ഥിച്ചാട്ടെ. ചിലരെ നോക്കി ഞാൻ പ്രവചിച്ചു പറയാം, ഇന്ന് രാത്രി പന്തലിനകത്ത് ആ ഗ്ലോറി ചലിക്കുവാൻ തുടങ്ങിയാണ്. ദീർഘ വർഷങ്ങൾ നീ വിഷമിച്ച ചിലതിനെ നിന്റെ മുൻപിൽ തുറന്നു തരാൻ, ചില ഡോറുകളെ ഓപ്പൺ ചെയ്യാൻ, ചില വാതിലുകളെ നിന്റെ മുൻപിൽ മലക്ക തുറന്നിടാൻ ഇന്ന് രാത്രി കർത്താവ് എത്രത്തോളം ശബ്ദം ഉയർത്തി ആത്മാവിൽ പ്രതികരിക്കാമോ അത്രത്തോളം ശബ്ദം ഉയർത്തി ആത്മാവിൽ അഭിഷേകത്തിൽ ഒന്ന് പ്രതികരിച്ച് ഇന്ന് രാത്രി നീ ഇവിടെ ആരാധിക്കുമ്പോൾ തന്നെ അങ്ങ് മൈലുകൾക്കപ്പുറത്ത് നിന്റെ വീടിനകത്ത് ഇന്ന് രാത്രി ദൈവ സാന്നിധ്യം ചലിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ കരമടിക്കണമെങ്കിൽ കരമടിച്ചോ, അന്യഭാഷ പറഞ്ഞ് ആരാധിക്കണമെങ്കിൽ അന്യഭാഷ പറഞ്ഞൊന്ന് ആരാധിച്ചോ. ഇത് വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നടക്കുന്ന രാത്രിയാണ്. അത് ആത്മശക്തിയിൽ ഒന്ന് പ്രതികരിച്ച് അഭിഷേകത്തിൽ ഒന്ന് ജ്വലിച്ച് ഒന്ന് നിറഞ്ഞ് ആത്മാവിലൊന്ന് ആരാധിച്ച്
ഈ രാത്രി പടക്കൂട്ടങ്ങൾക്ക് നേരെ പാഞ്ഞു ചെല്ല. ചിലരെ കർത്താവ് ശക്തീകരിക്കട്ടെ. ഈ രാത്രി ചിലതിനെ കീഴടക്കാൻ ചിലരുടെ മേലൊരു നിയോഗം ഇടട്ടെ. ഏലിയാവിൽ നിന്ന് ഏലിശയിലേക്ക് ഒരു പുതപ്പ് വീണതുപോലെ ഇന്ന് രാത്രി സ്വർഗത്തിൽ നിന്ന് ശുശ്രൂഷയുടെ ഒരു പുത്തൻ പുതപ്പ്, വചന വെളിപ്പാടുകളുടെ ഒരു പുത്തൻ പുതപ്പ്, ആത്മതലങ്ങളുടെ ഒരു പുത്തൻ പുതപ്പ്, രാജ്യങ്ങളെ കീഴടക്കുന്ന, പട്ടണങ്ങളെ താണ്ടുന്ന ഒരു പുത്തൻ പുതപ്പ് ഇന്ന് രാത്രി ചിലരുടെ മേൽ വീഴട്ടെ. യേശുവിന്റെ നാമത്തിൽ ഡ്രൈനെസ്സുകൾ മാറിപ്പോകട്ടെ. പ്രതികരിക്കാൻ പറ്റുമെങ്കിൽ ആത്മാവിൽ പ്രതികരിച്ച് ഡ്രൈനെസ്സുകൾ മാറിപ്പോകട്ടെ. അഭിഷിക്തന ദീർഘ വർഷങ്ങളായി നിന്റെ ശുശ്രൂഷയിൽ വീണ ചില ഡ്രൈനെസ്സുകൾ ഇന്ന് രാത്രി ഈ ആത്മസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് എടുത്തു മാറ്റുന്നു. ഒരനർഗള നിർഗള പ്രവാഹം പോലെ, സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകൾ പോലെ ഇന്ന് രാത്രി നിന്റെ ആദരത്തെ ദൈവത്തിന്റെ ആത്മാവ് വചനത്തിന്റെ വെളിപ്പാട് കൊണ്ട് നിറയ്ക്കുന്നു. വാ തുറന്ന് വായ ഒന്ന് വിസ്താരത്തിൽ തുറന്ന്, വിസ്താരത്തിൽ തുറന്ന് ഈ രാത്രി ഒരു അസാധാരണ നിറവ് ഈ യോഗത്തിനകത്ത് സംഭവിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഒരു അസാധാരണ നിറവ് സംഭവിക്കട്ടെ. ഇന്ന് രാത്രി എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇതിന്റെ നടുവിൽ ഒരു കൂട്ടത്തെ പരിശുദ്ധാത്മാവ് തൊട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ രാത്രി ചിലരുടെ മേലൊരു പകർച്ച, ചിലരുടെ മേലൊരു നിറവ് വീഴുന്നു. ഇതുവരെ പറയാത്ത ചില വാക്കുകൾ, ഇതുവരെ കാണാത്ത ചില ദർശനങ്ങൾ, ഇതുവരെ കേൾക്കാത്ത ചില ദൈവ ശബ്ദങ്ങൾ, ഇതുവരെ പുറപ്പെട്ടിട്ടില്ലാത്ത ചില പ്രവചന ശബ്ദങ്ങൾ ഇന്ന് രാത്രി ചിലരുടെ കാതുകളിൽ പുറപ്പെടട്ടെ. വാ തുറന്നൊന്ന് പ്രതികരിച്ച് ഇന്ന് രാത്രി ഗ്ലോറി നിന്നെ പുറത്തു കൊണ്ടുവരുന്നു. ഞാൻ വീണ്ടും ആ വാക്ക് ആവർത്തിക്കുന്നു, ഗ്ലോറി നിന്നെ പുറത്തു കൊണ്ടുവരുന്നു. ഈ അന്തരീക്ഷത്തിൽ മുന്നിൽ വന്നൊന്ന് പ്രാർത്ഥിക്കണമെന്ന് കൊതിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ നിൽക്കുന്ന നിൽപ്പിൽ നിന്ന് ഇങ്ങനെ മുന്നോട്ട് പോരെ. ഈ രാത്രി വിളിക്കാത്ത ജനത്തെ കർത്താവ് മുൻപിൽ കൊണ്ടുവരുന്ന സമയമാണ്. നിങ്ങൾക്ക് മുൻപിലേക്ക് വരുവാൻ കഴിയുമെങ്കിൽ ഈ രാത്രി ഓടി മുൻപിലേക്ക് വന്നാട്ട് ഒരുമിച്ച് നമ്മൾ ആരാധിച്ച്, ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഇന്ന് രാത്രി ഈ യോഗം അവസാനിക്കാൻ പോകുകയാണ്. ആത്മനിറവിൽ ജനം കർത്താവിനെ ആരാധിച്ചോട്ടെ. രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. രോഗബന്ധനങ്ങൾ അഴിയട്ടെ. സകല രോഗബന്ധനങ്ങൾ അഴിയട്ടെ. സകല പൈശാചിക ആധിപത്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടിമാറട്ടെ. സകല പൈശാചിക ആധിപത്യങ്ങൾ പൊളിഞ്ഞു മാറട്ടെ. ചില മന്ത്രതാന്ത്രിക ശക്തികൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. ചില പോരുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി കീഴടങ്ങട്ടെ. ചില പാരമ്പര്യ സ്വാധീനങ്ങൾ ഇന്ന് രാത്രി അഴിഞ്ഞ് മാറട്ടെ. ഇത് ദൈവ പ്രവൃത്തിയുടെ രാത്രിയാണ്. ദൈവ മഹത്വം ചലിക്കുന്ന രാത്രി. ഒരുമിച്ച് നമ്മൾ ആരാധിക്കാൻ പോവുകയാണ്. എല്ലാ കരങ്ങളും അടിച്ച് ഒരുമിച്ച് ശക്തിയോടെ നമ്മൾ ആരാധിക്കാൻ പോവുക. അടയാളങ്ങൾ കാണുന്നുണ്ട്. ഒരുങ്ങിയിട്ടുണ്ടോ നീ? മദ്യപാനിൽ യേശു വെളിപ്പെടും. ഇന്ന് രാത്രി യേശു വെളിപ്പെട്ടാൽ ഞാൻ എടുക്കപ്പെടും. പ്രോഗ്രസീവ് സർട്ടിഫിക്കേഷൻ അതിന്റെ പൂർണ്ണതയിൽ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ ഞാൻ നിർവഹിക്കുമെന്ന് പറയുന്നവർ ഒരുമിച്ച് യേശുവിന്റെ നാമത്തിൽ വരും സിയോനിൽ രക്തം കൊണ്ടു വീണ്ടെടുത്ത ശുദ്ധിമാന്മാരും പാട്ടോടും ആർപ്പോടും വരും സിയോനിൽ. ആനന്ദമല്ലോ കാട്ടുവാക്കൾ സംഘമെല്ലാം തുനരം
നിറച്ചുകൊള്ളേണം. മങ്ങുന്ന വിളക്കുകൾ തെളിയിക്കുക. പാത്രങ്ങളിൽ എണ്ണ വേഗം നിറച്ചുകൊള്ളേണം. മങ്ങുന്ന വിളക്കുകൾ തെളിയിക്കുക. പാത്രങ്ങളിൽ എണ്ണ വേഗം നിറച്ചുകൊള്ളേണം. മങ്ങുന്ന വിളക്കുകൾ തെളിയിക്കുക. ഹല്ലേലൂയ, എണ്ണ വേഗം നിറച്ചുകൊള്ളേണം. മങ്ങുന്ന വിളക്കുകൾ തെളിയിക്കുക. പാത്രങ്ങളിൽ എണ്ണ വേഗം ഇരിക്കാല കുടസംഘടന ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ ജോൺ ജോസഫ് പ്രാർത്ഥിക്കുകയും പ്രിയ തോമസ് മാമൻ പാസ്റ്റർ ആശീർവാദം